50 കഴിഞ്ഞാൽ സ്കിൻ സാഗ് ചെയ്യാൻ തുടങ്ങും, ലൂസാകാൻ തുടങ്ങും, റിങ്കിൾസ് ചുളിവുകൾ വരാൻ തുടങ്ങും. ഇത് സാധാരണമാണ്. പക്ഷേ എന്ന് കരുതി ഇതിനെ അവഗണിക്കേണ്ട കാര്യമില്ല. ഏജ് കൂടുന്നത് നാച്ചുറലാണ്. പക്ഷേ ഏജിങ്ങിനോട് നമ്മൾ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. 50+ ആൻറ്റി ഏജിങ് ചലഞ്ചിലെ നമ്മുടെ 3ാമത്തെ ദിവസമാണ് ഇന്ന്, ഡേ 3. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്കിൻ ടൈറ്റ് ആകാനും സ്മൂത്ത് ആകാനും റിങ്കിൾസൊക്കെ നല്ലതുപോലെ റിഡ്യൂസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു നാച്ചുറൽ ലിഫ്റ്റിംഗ് തെറാപ്പിയാണ്. കാരണം ഈ ഒരു ചലഞ്ച് നമ്മൾ ഓരോ ദിവസവും സ്കിന്നിനെ ഗ്രാജ്വലി പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഹൈഡ്രേഷൻ കൊടുത്ത സ്കിന്നിലേക്കാണ് നമ്മൾ ഒരു ടൈറ്റനിങ്ങും റിങ്കിൾസ് കൺട്രോളും ഒക്കെ കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ മുഖം ടൈറ്റായിട്ട് നിൽക്കാൻ കാരണമായിരിക്കുന്നത് കൊളാജനും ഇലാസ്റ്റിനുമാണ്. ഇവ രണ്ടും സ്കിന്നിൻ്റെ ഡീപ്പർ ലെയറിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. 40 കഴിഞ്ഞാൽ തന്നെ ഈ കൊളാജിൻ കുറയാൻ തുടങ്ങും. 50 കഴിഞ്ഞാൽ ആ കുറവ് കുറച്ച് കൂടുതൽ വേഗത്തിൽ നടക്കും. അതുകൊണ്ടാണ് മുഖത്ത് ലൂസ്നെസ്, ചുളിവുകൾ, സാഗിങ് എന്നിവ കാണാൻ തുടങ്ങുന്നത്. ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് രോഗമൊന്നുമല്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഏജിങ് പ്രോസസ്സാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊളാജിൻ കുറയുമ്പോൾ സ്കിൻ തൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയ്ക്കുന്നു. അതായത് നമുക്ക് ചിരിച്ചാൽ, സംസാരിച്ചാൽ, എക്സ്പ്രഷൻ കൊടുത്താൽ മുൻപത്തെ പോലെ സ്കിൻ തിരിച്ചെത്തുന്നില്ല. അവിടെ തന്നെയാണ് ഫൈൻ ലൈൻസ് സെറ്റായി തുടങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 50 കഴിഞ്ഞാൽ സ്കിൻ ഹൈഡ്രേഷൻ വളരെയധികം കുറയുന്നു. ശരീരത്തിൽ നാച്ചുറൽ ഓയിൽസും ഹൈലറോണിക് ആസിഡും കുറയുന്നത് കൊണ്ട് സ്കിൻ ഡ്രൈ ആയി തിന്നായി മാറുന്നു. ഡ്രൈ സ്കിന്നിൽ ചുളിവുകൾ കൂടുതൽ പ്രോമിനൻ്റായി കാണും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു റുട്ടീൻ നമ്മുടെ സ്കിൻ ടൈറ്റൻ ആക്കുകയും റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഏജിങ് പ്രോസസ്സ് നിർത്താൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമ്മൾ ആദ്യം ഉപയോഗിക്കാനായിട്ട് പോകുന്നത് മുട്ടയുടെ വെള്ളയാണ്. ഇത് ഹൈ പ്രോട്ടീനാണ്. ഇത് സ്കിൻ ടൈറ്റ് ആക്കുകയും പോർസ് കുറയ്ക്കുകയും റിങ്കിൾസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് 2 ഡ്രോപ്സ് ഫ്രാങ്കിൻസെൻസ് ഓയിലും കൂടി ആഡ് ചെയ്യുക. അപ്പം ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയും മതിയാകും. ഒരു 2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞ് വരും. ആ പത വേണം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ പദം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ നമ്മൾ ഒരു കോട്ടും കൂടെ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ആ ഒരു പദം മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉള്ള റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ടും മുഖം സാഗ് ചെയ്യുന്നതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും ഈ എഗ് വൈറ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ എഗ് വൈറ്റ് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രാങ്കിൻസെൻസ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്രാങ്കിൻസെൻസ് ഓയിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2ാമത്തെ കോട്ടിട്ട് അത് ഡ്രൈ ഔട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പായ, കടലമാവ്, തേന്, തൈര് എന്നിവയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 ടീസ്പൂൺ പപ്പായ എടുക്കാം. പപ്പായ ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, ഫൈൻ ലൈൻസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ പപ്പായ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യം കടലമാവാണ്. 1 ടീസ്പൂൺ കടലമാവാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സ്കിന്ന് നല്ലതുപോലെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനും മുഖത്ത് കുറച്ച് ബ്രൈറ്റ്നസ് നൽകാനും ഈ കടലമാവ് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി 3ാമതായി നമുക്ക് ആവശ്യം കുറച്ച് തേനാണ്. അപ്പോൾ 1 ടീസ്പൂൺ തേൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 4ാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങളുടെ മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക.
വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത്. നിങ്ങളുടെ മുഖത്തെ ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിൻ കെയർ എന്നത് ഒരു ദിവസത്തെ മാജിക് അല്ല, കൺസിസ്റ്റൻസിയാണ് റിസൾട്ട് തരുന്നത്. 50 കഴിഞ്ഞാൽ സ്കിന്നിന് കൂടുതൽ കെയറും കൂടുതൽ പേഷ്യൻസും കൂടുതൽ നറിഷ്മെൻറ്റും ആവശ്യമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനും നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രായമാകുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ കെയർലെസ് കൊണ്ട് വളരെ പെട്ടെന്ന് പ്രായമാകേണ്ടതില്ല. ശരിയായിട്ടുള്ള ഒരു കെയർ നമ്മുടെ സ്കിന്നിന് കൊടുക്കൂ. നിങ്ങളുടെ സ്കിന്ന് തീർച്ചയായിട്ടും നിങ്ങളോട് നന്ദി പറയും. ഡേ 3 കംപ്ലീറ്റ് ചെയ്താൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നാളെ ഡേ 4-ൽ നമുക്ക് വീണ്ടും കാണാം. Bye.